തങ്ക തങ്ക കിണി തങ്കിണി തണുക്കിണി താളം. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്താണ്, ഞാൻ രാവിലെ എഴുന്നേറ്റതേ ഉള്ളൂ കേട്ടോ. സമയം 7 മണി ആവാനായിട്ടുണ്ട്. എന്തായാലും നോക്കുമ്പോൾ നല്ലൊരു വെയിലിങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം കർട്ടനൊക്കെ മാറ്റിയിട്ട് നിതിനൊന്ന് വെയിൽ കൊള്ളിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കിടത്തിയതാണ്. പുള്ളിക്കാരിക്ക് എന്തോ ചെറിയൊരു അസ്വസ്ഥതയൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ വന്നിരുന്നപ്പോഴത്തേക്കും കറക്റ്റ് സെറ്റായിട്ടുണ്ട്. വെയിൽ കറക്റ്റ് മുഖത്തേക്ക് അടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അവൾക്ക് ചെറിയൊരു ചിണുക്കവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ എടുക്കാത്തതുകൊണ്ടാണ് കേട്ടോ. ഉണർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ എടുത്തുകൊണ്ട് കിടന്നതാണ്. കയ്യിലിരുന്ന് പഠിച്ചുപോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ആഫി അപ്പുറം കിടന്ന് ഉറങ്ങുന്നുണ്ട്. പിന്നെ ഇക്കയില്ലാട്ടൊക്കെ പാലക്കാട് ദീപക്കാടിൻ്റെ വീട് വരെ പോയേക്കാണ് വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട്. ഇന്ന് വരും കേട്ടോ. ഇന്നലെ രാവിലെ പോയതാണ്. ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എത്തും ഇങ്ങോട്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഡെലിവറിക്ക് ശേഷമുള്ളൊരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ അതിന് ശേഷം ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒന്നും എടുത്തിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ എഴുന്നേറ്റതേ ഉള്ളൂ, റൂമിന് പുറത്തിറങ്ങിയിട്ടില്ല. അതിന് മുമ്പ് തന്നെ ഇൻട്രോ എടുക്കുന്നതാണ്. ഇനി പോയി ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവണം. അപ്പോൾ എന്താണ് അതിനുശേഷം ഫുഡ് കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ എഴുന്നേറ്റ് വരുന്നുണ്ട്, ഉറക്കപ്പിച്ചിലാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഫ്രഷായിട്ട് ഫുഡ് കാര്യങ്ങൾ ബാക്കി പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് ഡെലിവറിക്ക് ശേഷമുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇതിനെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ കിടന്ന് പെടാപ്പാട് കിടന്നുണ്ട്, കൈയും കാലൊക്കെ ഇട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ അവളെ എടുക്കട്ടെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫ്രഷ് ആയിട്ട് വന്നപ്പോഴേക്കും ഉമ്മച്ചി രാവിലത്തെ മുട്ടയും അതുപോലെ പഴവും ചായയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പാല് കുടിക്കാൻ ഭയങ്കര മടിയായിട്ട്, അതുകൊണ്ട് ചായ ആയിട്ടാണ് കുടിക്കണത്. പിന്നെ അവിടെ ഞാൻ അവളെ മറ്റേ മെഷീനെ ഏൽപ്പിച്ചിട്ടുണ്ട്. മറ്റേ മെഷീനയിൽ കുഞ്ഞിപ്പെണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ അഫിയുണ്ട് മിടുക്കനായിട്ട് ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രഷൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കഴിക്കാം. അപ്പോൾ ബ്രഷ് ചെയ്യുമല്ലേ? അന്ന് വാട്ടോ ബ്രഷ് ചെയ്തിട്ട്. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞു. മുട്ടയും പഴമൊഴുകിയതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവളാണെങ്കിൽ ഇപ്പോഴും മറ്റു മിശ്ര കൂടെ തന്നെയാണ്. പിന്നെ ഉമ്മച്ചിയാണെങ്കിൽ അവൾ എണ്ണ തെപ്പിക്കാൻ വേണ്ടിയിട്ട് ഷീറ്റൊക്കെ കൊണ്ട് വിരിച്ചിടുന്നതാണ് കേട്ടോ. അഫി അവിടെ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അവന് അത് കഴിഞ്ഞ് അംഗൻവാടിയിൽ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ഒരുക്കാനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ റൂമിലേക്ക് പോയി അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കഴിച്ചിട്ട് റൂമിലേക്ക് വന്നതാണ് കേട്ടോ. ഉമ്മച്ചിയാണെങ്കിൽ അവളെ എണ്ണ തേപ്പിച്ച് കിടത്താനുള്ള പരിപാടിയിലാണ്. നമ്മുടെ ഹാളിലെ ടേബിളില്ലേ അവിടെ തന്നെയാണ് കേട്ടോ ഷീറ്റൊക്കെ വിരിച്ചിട്ട്. നിങ്ങൾ കണ്ടില്ലേ, എണ്ണയൊക്കെ തേപ്പിച്ച് കുറേ സമയം ഇങ്ങനെ കിടത്തും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുളിപ്പിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ആ സമയത്ത് കുളിച്ചിറങ്ങണം. ഞാൻ കുളിച്ചിറങ്ങിയതിന് ശേഷമാണ് ഇതിനെ കുളിപ്പിക്കുന്നത്. അപ്പം പിന്നെ ഞാനിങ്ങോട്ട് വന്നതെന്ന് വെച്ചാൽ ഫുള്ള് നാശമായിട്ട് കിടക്കുകയാണ്, പൊതും ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് വേണം കുളിക്കാൻ കയറാൻ വേണ്ടി. അപ്പോഴേക്കും ഉമ്മച്ചി വെള്ളമൊക്കെ കൊണ്ട് വെച്ച് തരും അവിടെ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഡെലിവറി കഴിഞ്ഞ് കിടക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അടിച്ചു വാരലും വൃത്തിയാക്കലുമാണ് കേട്ടോ. ഇപ്പം എന്തായാലും അത് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് ഞാൻ എഴുന്നേറ്റ ഉടനെ തന്നെ ചെയ്യുന്ന പരിപാടിയാണ്. ഈ ഒരു ബെഡ്ഷീറ്റ് കുടയിലും അതുപോലെ തന്നെ പുതപ്പ് സെറ്റാക്കി വെക്കലൊക്കെ. ഇന്നിപ്പം അവൾ എഴുന്നേറ്റ ഉടനെ തന്നെ കരച്ചിലായതുകൊണ്ട് എനിക്കിത് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ബാക്കിയൊക്കെ ഉമ്മച്ചിയാണ് കേട്ടോ ചെയ്യുന്നത്. അടിച്ചു വാരലും വൃത്തിയാക്കലൊക്കെ ഉമ്മച്ചിയാണ്. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് എനിക്കൊന്ന് കിടക്കാനുള്ളതായതുകൊണ്ട് ഞാനൊന്ന് വൃത്തിയാക്കി ഇടുന്നതേ ഉള്ളൂ. ഉമ്മച്ചി പിന്നെ കുഞ്ഞിൻ്റെ തുണിയൊക്കെ ഇളക്കി ഇട്ടതിന് ശേഷമാണ് വീട് വൃത്തിയാക്കാനൊക്കെ കയറുള്ളൂ. അല്ല പിന്നെ അത് ഉണങ്ങില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇതെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ റൂമൊക്കെ ഒന്ന് റെഡിയാക്കിയപ്പോഴത്തേക്കും ഉമ്മച്ചിയാണെങ്കിൽ നിധീനെ എണ്ണയൊക്കെ തേപ്പിച്ചത് കിടത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തച്ചിയാണ് കേട്ടോ അവിടെ ആ ഒരു ടേബിളിലാണല്ലോ കിടത്തേക്കുന്നത്. അതുകൊണ്ട് അത്തച്ചി അവിടെ നിൽക്കുന്നതാണ്. പിന്നെ എനിക്ക് കുളിക്കാനുള്ള വെള്ളം കൊണ്ട് വയ്ക്കുന്നതാണ് കേട്ടോ അത്. അത്തച്ചി അവളോട് എന്തൊക്കെയൊക്കെയോ പറഞ്ഞിട്ട് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കേസ് അങ്ങനെ റൂമൊക്കെ ഒന്ന് ചെറുതായിട്ട് നടുക്കി പറയുകയൊക്കെ വെച്ചു. ഇനിയിപ്പോൾ പോയിട്ട് ഫ്രഷ് ആവണം. അപ്പോൾ ഞാൻ കുളിക്കാൻ കയറുന്ന ടൈമിലാണ് അവളെ എണ്ണയൊക്കെ തേപ്പിച്ച് സെറ്റാക്കി കിടത്തുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ ഭയങ്കരമായിട്ട് ഫേസ് ചെയ്തിരുന്ന ഒരു പ്രശ്നമാണ് മുടി കൊഴിയുക എന്നുള്ളത്. നല്ല രീതിയിൽ ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. കണ്ടില്ലേ,
നന്നായിട്ട് തന്നെ ഹെയർ ഫോൾ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു എനിക്ക് മാത്രമല്ല ഏകദേശം എല്ലാവരും തന്നെ ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ പ്രശ്നമാണ് ഈ ഭയങ്കരമായിട്ട് മുടി കൊഴിഞ്ഞു പോകുന്നതും പിന്നെ ഈ ഗ്യാപ്പൊക്കെ വരുന്നതല്ലേ. അപ്പോൾ മുടി കൊഴിയുമ്പോൾ എന്നായിട്ടൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ രാവിലെ ഉണ്ടല്ലോ ഉറക്കമൊക്കെ എണീറ്റ് കഴിയുമ്പോഴത്തേക്കും തലയണയിൽ അതുപോലെ തന്നെ അടിച്ചു വരുന്ന സമയത്ത് ടൈലിലൊക്കെ ഇങ്ങനെ മുടി കൊഴിഞ്ഞ് കിടക്കുന്നതാണ്. ഈവൻ നമ്മുടെ ഫോൺ സ്ക്രീനിൽ പോലും മുടി കൊഴിഞ്ഞ് കിടക്കും, മുടി ഇങ്ങനെ വിട്ട് വിട്ട് പൊട്ടി പോകുമല്ലോ, അപ്പോൾ അതിങ്ങനെ കിടക്കുന്നതൊക്കെ കാണാറുണ്ട്. അപ്പോൾ അത് കാണുമ്പോഴത്തേക്ക് ഭയങ്കര സങ്കടം തോന്നാറുണ്ട് കേട്ടോ. കാരണം മുടി എന്ന് പറയുമ്പോൾ നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണല്ലോ, അപ്പോൾ അത് കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നാറുണ്ട്. പിന്നെ ഈ അമിതമായിട്ട് നമ്മുടെ മുടി ഇങ്ങനെ കൊഴിഞ്ഞു പോയി കഴിയുമ്പോഴേക്കും മുടിയുടെ കട്ടി കുറയും, അതുപോലെ തന്നെ പൊട്ടിപ്പോകും, പിന്നെ എന്താണ് ഈ മുടിയുടെ ലൈൻസ് കുറയും, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മുടെ ഈ നെറ്റിയുടെ ഭാഗത്തൊക്കെ ഇങ്ങനെ ഗ്യാപ്പ് വരുമല്ലോ, ആ ഗ്യാപ്പ് വരുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന രീതിയിലുള്ള ഹെയർ സ്റ്റൈലൊക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അതൊക്കെ ഒരു വിഷമമുള്ള കാര്യം തന്നെയാണല്ലേ. പിന്നെ ഈ മുടി കൊഴിച്ചിൽ മാറ്റാനുള്ള അല്ലെങ്കിൽ മുടി നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് വളരാനുള്ള ഒരു മാജിക്കായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെയൊക്കെ ഉലുവ എന്ന് പറയുന്നത്. ഞാനുണ്ടല്ലോ പണ്ടൊക്കെ ഉലുവ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു മുടിയിൽ. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ ഈ ഒരു ബിസി ലൈഫിൽ നമ്മൾ അത് എടുത്ത് ഉപയോഗിക്കുക അല്ലെങ്കിൽ മുടിയിൽ തേക്കുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നമുക്കതിനായിട്ടുള്ള സമയവും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെയാണ് ഈ റോസ്മേരിനെ കുറിച്ച് അറിയുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുടി നന്നായിട്ട് വളരാനും നല്ല സ്ട്രോങ് ആക്കാനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ നല്ല രീതിയിൽ മാറ്റാനുള്ള ഒരു ബെസ്റ്റ് റെമഡിയാണ് ഈ ഒരു അല്ലെങ്കിൽ ബെസ്റ്റ് സൊല്യൂഷനാണ് റോസ്മേരി എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ അറിഞ്ഞു കേട്ടോ. പിന്നെയാണ് ഞാൻ അറിയുന്നത് നമ്മളുടെ മാമാ എർത്തിന് റോസ്മേരി ആൻറ്റി ഹെയർ ഫോൾ ഷാമ്പും ആൻറ്റി ഹെയർ ഫോൾ കണ്ടീഷണറും ഉണ്ടെന്നുള്ളത് പിന്നീടാണ് ഞാൻ അറിയുന്നത്. അങ്ങനെ ഞാനിത് വാങ്ങി ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഈ ഒരു 2 പ്രോഡക്റ്റ്, അതായത് ഈ ഷാമ്പു ആയിക്കോട്ടെ കണ്ടീഷണർ ആയിക്കോട്ടെ, ഇത് രണ്ടും ഈ റോസ്മേരിയുടെ അതുപോലെ തന്നെ ഉലുവയുടെ ഒരു ബ്ലെൻഡാണ് കേട്ടോ, ഒരു കോമ്പിനേഷനാണ്. അതായത് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് വരുന്നത് റോസ്മേരിയും ഈ മെത്തിഡേന എന്ന് പറഞ്ഞാൽ ഉലുവയാണ് കേട്ടോ കോമ്പിനേഷൻ അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ മുടി കൊഴിച്ചിൽ നന്നായിട്ട് മാറ്റുക എന്നുള്ളത് മാത്രമല്ല, മുടി നല്ല സ്ട്രോങ് ആകാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതറിഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അങ്ങനെയാണ് ഞാനിത് വാങ്ങി യൂസ് ചെയ്ത് നോക്കുന്നത്. നല്ല അടിപൊളി റിസൾട്ടാണ്. പിന്നെ ഇത് മെയ്ഡ് സേഫ് സർട്ടിഫൈഡ് ആണ്, അതുപോലെ തന്നെ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. പിന്നെ ഇത് രണ്ടും കണ്ടീഷണർ ആയിക്കോട്ടെ ഷാമ്പു ആയിക്കോട്ടെ എല്ലാ ഹെയർ ടൈപ്പുകാർക്കും ഒരുപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും, ധൈര്യമായിട്ട് ഉപയോഗിക്കാം. വേറെ ഒരു എന്താ പറയുക, ഇത് ഉപയോഗിച്ചുകൊണ്ട് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നല്ല റിസൾട്ടും ഉണ്ടാവും കേട്ടോ. മുടി കൊഴിച്ചിൽ ഞാൻ പറഞ്ഞില്ല, നന്നായിട്ട് ഹെയർ ഫോൾ നന്നായിട്ട് മാറും, അതുപോലെ തന്നെ മുടി നല്ല സ്ട്രോങ് ആക്കും. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ മമാർത്തിൻ്റെ റോസ്മേരി ആൻറ്റി ഹെയർ ഫോൾ ഷാമ്പു കുറച്ച് കയ്യിലേക്ക് എടുത്തിട്ട് നന്നായിട്ടൊന്ന് മുടിയിൽ നമ്മുടെ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഈ ഒരു ഷാമ്പൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടി കൊഴിച്ചിൽ 93% വരെ നിയന്ത്രിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മുടിനെ നല്ല സ്ട്രോങ് ആക്കുന്നുണ്ട്, നന്നായിട്ട് തന്നെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഷാമ്പൂവിൻ്റെ ബലം എത്രത്തോളം ഉണ്ടാകും നമുക്കൊരു ലോങ് ടൈമിലേക്ക് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. 93% മുടി കൊഴിച്ചിൽ മാറ്റി 94% നമ്മുടെ മുടിനെ സ്ട്രോങ് ആക്കുന്നതാണ്. പിന്നീട് നമ്മൾ മാമാരത്തിൻ്റെ തന്നെ റോസ്മേരി ആൻറ്റി ഹെയർ ഫോൾ കണ്ടീഷണറാണ് യൂസ് ചെയ്യുന്നത്. അതിപ്പം നമ്മുടെ സ്കാൽപ്പിലാവാതെ മുടിയുടെ ലെങ്തിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്യുക. അപ്പോൾ ആ ഒരു അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്തുണ്ടല്ലോ നമുക്ക് ഈ ഒരു ജട കൂടുക, കെട്ടുപിടിക്കുക, അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ആ ഒരു ജട അല്ലെങ്കിൽ കെട്ടുകൂടിയതൊക്കെ വിടർത്താനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ മുടിയൊക്കെ നല്ല സെറ്റ് ആയിട്ടുണ്ട് ഷാമ്പൂ കണ്ടീഷണറൊക്കെ യൂസ് ചെയ്തിട്ട്. അപ്പോൾ എനിക്ക് മുടി കൊഴിച്ചിലും ഭയങ്കരമായിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഹെയർ തിന്നിങ്, പിന്നെ മുടി ഇങ്ങനെ പൊട്ടിപ്പോവുക, അതുപോലെ പുതിയ ഹെയർ ഉണ്ടാവാതിരിക്കുക, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഷാമ്പൂ കണ്ടീഷണർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ. 93% വരെ നമ്മുടെ മുടി കൊഴിച്ചിൽ നല്ലോണം മാറ്റും. അതുപോലെ തന്നെ ഇതുപോലെ ഹെയർ തിന്നിങ് അങ്ങനത്തെ ഉള്ള പ്രശ്നം, മുടി ഇങ്ങനെ പൊട്ടിപ്പോവുക, അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഈ 2 പ്രോഡക്റ്റ് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് തന്നെ മാറും കേട്ടോ. അപ്പോൾ ഈ ഒരു 2 പ്രോഡക്ട്സ് മാമാർത്തിൻ്റെ തന്നെ ഷാമ്പൂ ആയിക്കോട്ടെ, റോസ്മേരി ഷാമ്പൂ കണ്ടീഷണർ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി പ്രോഡക്റ്റാണ്, നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. എനിക്ക് ഭയങ്കര റിസൾട്ട് കിട്ടിയ 2 പ്രോഡക്ട്സ് ആണ് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ തലയിൽ പുതിയ ഹെയർ ഉണ്ടാകുക, അതുപോലെ തന്നെ ഈ സ്കാൽപ്പിലൊക്കെ ബേബി ഹെയർ ഉണ്ടല്ലോ, ബേബി ഹെയർ കാര്യങ്ങളൊക്കെ അതൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു പ്രോഡക്റ്റാണ് മാമാർത്തിൻ്റെ റോസ്മേരി ഹെയർ ഗ്രോത്ത് ഓയിൽ. ഇതും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തോന്നിയ ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പുതിയ മുടി വളരുന്നതിന് വേണ്ടിയിട്ട് സാധാരണ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മിനോക്സിഡിൻ ഇല്ലേ, അതിനെക്കാട്ടിലും ഭയങ്കര യൂസ്ഫുള്ളാണ് ഈ ഒരു റോസ്മേരി ഓയിൽ എന്ന് പറയുന്നത്. മാമാർത്തിൻ്റെ ഉപകാരപ്രദമാണെന്ന് മാത്രമല്ല അത്രയും അതിനെക്കാട്ടിലും സേഫാണ് നമ്മൾ ഇത് യൂസ്
യൂസ് ചെയ്ത് കഴിയുമ്പോൾ, കാരണം സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്യാനുള്ളതല്ല, അപ്പോൾ അതിനെക്കാട്ടിലും സേഫ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ ഈ ഒരു ഹെയർ ഓയിൽ എന്ന് പറയുന്നത്. അപ്പം മൂന്നും നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്, നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിച്ച് യൂസ് ചെയ്യാവുന്ന പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് മാമാർത്തിൻ്റെ സൈറ്റിൽ നിന്നും ആപ്പിൽ നിന്നാണ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ അജ്മൽ 2024 എന്നാണ് എൻ്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഈ പ്രൊഡക്ട്സിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. മാമാർത്ത് എന്ന് പറയുന്ന ബ്രാൻഡാണെങ്കിൽ നമ്മൾ പറയുന്നതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ, അതായത് നമ്മളുടെ ഫീഡ്ബാക്കൊക്കെ അവർ ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അവരുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഫീഡ്ബാക്കും അറിയിക്കുക. അപ്പോൾ നമ്മുടെ ഫീഡ്ബാക്കിനനുസരിച്ച് തന്നെ അവരവരുടെ ഒനിയൻ ഷാമ്പു ഉണ്ടല്ലോ നല്ല രീതിയിൽ മെച്ചപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അവരുടെ പ്രൊഡക്ട്സിൻ്റെ ബെറ്റർ ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് കൂടുതൽ ഇന്നോവേഷൻസ് അതുപോലെ തന്നെ കൂടുതൽ റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് അവരവരുടെ പ്രൊഡക്ട്സിനെ നല്ല രീതിയിൽ അപ്ഗ്രേഡും ചെയ്യുന്നുണ്ട്. പിന്നെ മാമാർത്തിൻ്റെ പ്രൊഡക്ട്സ് എല്ലാം തന്നെ ഇപ്പോൾ ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. അതുകൂടാതെ തന്നെ നമ്മളുടെയൊക്കെ നിയർ ബൈ സ്റ്റോഴ്സിലും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ നിയർ ബൈ സ്റ്റോഴ്സിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ മാമാർത്തിൻ്റെ പ്രൊഡക്ട്സ് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ. അങ്ങനെ ഫ്രഷ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുളിച്ചിറങ്ങുന്നതിന് മുമ്പ് തന്നെ അവളെ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മറ്റുമ്മച്ചിയുടെ അടുത്ത് ഇരുത്തേക്കാണ്. ഇനി പഫീനെ അങ്കൻവാടിയിൽ വിടാൻ വേണ്ടിയിട്ട് ഉമ്മച്ചി ഒരുക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മച്ചിയും കൂടെ പോകുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ കഷായം ഉണ്ടല്ലോ, ഡയറിഷ്ടം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ കഷായം കുടിക്കേണ്ട സമയമാണ്. ഇനി അത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ മൺകലം ഉണ്ടല്ലോ അതിലാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഇടമറയിൽ അമ്മയുടെ വീട്ടിലാണ് അതുള്ളൂ. നമ്മുടെ വീട്ടിലുള്ളത് ചെറുതാണ്, അപ്പോൾ അതിലാവില്ല. എന്നിട്ട് ഇന്നലെ പറഞ്ഞപ്പോൾ എടുത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിലും ആവില്ല. അവിടെ നോക്കുമ്പോഴത്തേക്കും തിളച്ചിങ്ങനെ പോവാണ്. അങ്ങനെ അതിനെക്കാട്ടിലും കുറച്ചുകൂടി വലുത് അവിടെ ഉണ്ട്. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് ഉമ്മച്ചിയും കൂടെ പോകണ്ട. അപ്പോൾ പോകുന്ന വഴി അവനെ അങ്കൻവാടിയിൽ വിട്ടിട്ട് ഇത് എടുത്തുകൊണ്ട് വരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അവള് മറ്റുമ്മച്ചിയുടെ അടുത്തുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് ചായ കുടിക്കണം, പിന്നെ അവളെ ഫീഡ് ചെയ്യിക്കണം, പിന്നെ അവളെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്യിച്ചൊന്ന് കുട്ടപ്പിയാക്കണം. ഓക്കെ, അപ്പോൾ എന്തായാലും കാണാം. അങ്ങനെ ചായയോടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇന്നിപ്പം പുട്ടും ചെറുപയറുമായിരുന്നു കേട്ടോ. രാവിലെ ഉണ്ടല്ലോ ഇവിടുത്തെ ഒരു ബഹളമാണ്, ഒരു ഓട്ടപ്പാച്ചിലാണ് കേട്ടോ രാവിലെ. അഫീനെ വിടണം, അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് ഉണ്ടാക്കണം, പിന്നെ കുഞ്ഞിൻ്റെ തുണി കഴുകണം, ബാക്കിയുള്ളവരുടെ തുണി കഴുകണം, പിന്നെ വീട് വൃത്തിയാക്കണം. അങ്ങനെ ഉമ്മച്ചിക്ക് കോളാട്ടോ, സമയം എന്ന് പറയണതില്ല. ഒരു വൈകുന്നേരം ആയാലും ഉമ്മച്ചിയുടെ പണി കഴിയില്ല. അങ്ങനെയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഫുഡ് എടുത്ത് തരണം, പിന്നെ ഫുഡ് ഉണ്ടാക്കണം. അങ്ങനെ കുറേ കാര്യങ്ങളായിട്ട് ഉമ്മച്ചി ഫുൾ ബിസിയാണ്. കഴിഞ്ഞ പ്രാവശ്യം അതായത് അഫയുടെ സമയത്ത് ഇതൊന്നും അറിഞ്ഞിട്ടില്ല മീൻസ് ഇവർ രണ്ടുപേരും ഉണ്ടായിരുന്നില്ല. മറ്റുമ്മച്ചിയും അന്ന് ഓക്കെ ആയിരുന്നു, പിന്നെ ഉമ്മച്ചി ഉണ്ടായിരുന്നതുകൊണ്ട് ഉമ്മച്ചി അന്ന് ആ സമയത്തൊക്കെ കടയിൽ പോകുമായിരുന്നു. പക്ഷേ ഞാൻ ഡെലിവറിക്ക് കുറച്ച് നാൾ മുമ്പ് കുറേ നാൾ ലീവ് എടുത്ത് പിന്നെ അഫിക്കൊരു 2-3 മാസം ആയപ്പോഴാണ് പിന്നെ കടയിൽ പോകാൻ തുടങ്ങിയത്. അപ്പം മറ്റുമ്മച്ചി ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അറിഞ്ഞില്ല. പക്ഷേ ഇപ്പോൾ ഒരാൾ തന്നെ ആയപ്പോഴത്തേക്കും ഉമ്മച്ചി ആകെ മടുത്തു വിട്ടു ശരിക്കും. പിന്നെ ഇപ്പോൾ എന്താ ചെയ്യുക, മറ്റുമ്മച്ചി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്ട്രോക്ക് വന്നതുകൊണ്ട് തന്നെ കൈക്ക് അങ്ങനെ ഒരു ബലമില്ലല്ലോ. അപ്പോൾ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കുകയൊന്നുമില്ല. നമ്മളിപ്പോൾ മറ്റുമ്മച്ചി ഇരിക്കുവാണെങ്കിൽ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിടിക്കും, അതേ ഉള്ളൂ കേട്ടോ. പേടിയാണ്, കൈക്ക് ബലമില്ലാത്തതുകൊണ്ട് എടുത്തുകൊണ്ട് നടക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഉള്ളിലൊരു പേടിയാണെന്ന് പറയണേക്കാം. പിന്നെ പറയൂ കേട്ടോ, അഫീയുടെ അടുത്തൊക്കെ പറയണേക്കാം, ഞാൻ നിന്നെയും കുളിപ്പിച്ചു, നിൻ്റെ ഉമ്മീനെയും മാമാനെയൊക്കെ കുളിപ്പിച്ചത്, ഞാനിപ്പോൾ ഉണ്ടായപ്പോഴത്തേക്ക് എനിക്ക് കുളിപ്പിക്കാനൊന്നും പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ഒരു വിഷമമൊക്കെ പറയണേക്കാം. പിന്നെ എന്തായാലും പറയണേ. അപ്പം ഞാൻ നിധീനെ എടുത്തുകൊണ്ട് വന്ന്, അപ്പോൾ അത്രയും നേരം അവൾ മറ്റുമ്മച്ചിയുടെ കയ്യിൽ കിടന്ന് ഉറക്കുമായിരുന്നു. ഞാൻ കുളിച്ചിട്ട് ഇറങ്ങാനും പിന്നെ ചായയുടെയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് സമയം, അപ്പോൾ അത്രയും സമയം അവൾ കിടന്ന് ഉറങ്ങുമായിരുന്നു. പിന്നെ ഞാൻ അവളെ റൂമിലേക്ക് എടുത്തുകൊണ്ട് വന്നു. എന്നാലും പുള്ളിക്കാരി പകുതി മയക്കത്തിലാണ് കേട്ടോ. അപ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ എപ്പോഴും മറ്റുമ്മച്ചി എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ ഉമ്മച്ചി സമയത്തും ഫുൾ തിരക്കായിരിക്കും. ഇന്നിപ്പം അങ്കൻവാടിയിൽ കൊണ്ടുവിടാൻ പോയേക്കാണ്, അല്ലെങ്കിൽ തുണികളൊക്കെയായി അടുക്കളയിൽ എന്തെങ്കിലും പണിയിലായി അങ്ങനെ തിരക്കായിരിക്കും. അപ്പോൾ ഞാനും മറ്റുമ്മച്ചി ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് അവൾക്ക് ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് അവളെ ഒന്ന് ഒരുക്കി കുട്ടപ്പിയൊക്കെ ആക്കും. അങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. പിന്നെ ഞാൻ ഫീഡ് ചെയ്ത് അവളെയൊക്കെ ഉറക്കി കിടത്തിയിട്ടാകുമ്പോൾ മറ്റുമ്മച്ചി പോകും കേട്ടോ. പിന്നെ വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഇവൾ എഴുന്നേറ്റിട്ട് പിന്നെ ഞാൻ വീണ്ടും ഫീഡ് ചെയ്തിട്ട് മറ്റുമ്മച്ചിയുടെ കയ്യിൽ കൊടുക്കും. അങ്ങനെ മറ്റുമ്മച്ചി ഇരുന്ന് ആട്ടി ഉറക്കും കേട്ടോ. അങ്ങനെ ശീലിപ്പിച്ച് പുള്ളിക്കാരിക്ക് ഇപ്പം കയ്യിൽ ഇരുന്ന് അങ്ങനെ ശീലമായിപ്പോയി. അതുകൊണ്ട് കിടക്കില്ല, ഭയങ്കര മടിയാണ് കിടക്കാൻ. ഇതിപ്പോൾ കണ്ടില്ലേ, പകുതി മയക്കത്തിലായിരുന്നു ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ മറ്റുമ്മച്ചി ഇങ്ങനെ ആട്ടി ഉറക്കുന്നതാണ് കേട്ടോ ഈ കാണണേ. അപ്പോൾ ഡിയേഴ്സ് അഫീനെ സോറി കേട്ടോ നിധീനെ അഫി എന്നാണ് വായിൽ വരുള്ളൂ. നിധീനെ മറ്റുമിച്ച് ഇങ്ങനെ ആട്ടി ഇറക്കിയിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ടൈമിലാണ് കേട്ടോ ഞാനും കിടക്കുന്നത്. ഇനിയിപ്പം ഉമ്മിച്ച് ചോറിനെ വന്ന് വിളിക്കുമ്പോഴാണ് പിന്നെ എഴുന്നേക്കുന്നത്. കിടന്നാലും ഉറങ്ങുമൊന്നുമില്ല കേട്ടോ. എനിക്ക് പകലുറക്കം ഭയങ്കര പാടാണ്. അങ്ങനെ നമുക്ക് ശീലമില്ലാത്തതുകൊണ്ട് അത് പകൽ കിടന്നുറങ്ങിയാലും ഉറക്കം വരില്ല. പിന്നെ വല്ലപ്പോഴും 1-2 ദിവസം കിടന്നുറങ്ങി അത്രേ ഉള്ളൂ. അല്ലാതെ ഉറങ്ങൽ ഭയങ്കര പാടാണ്. ശരിക്കും നന്നായിട്ട് ഉറങ്ങേണ്ട ഒരു ടൈമാണ്, പക്ഷേ പറ്റാറില്ല.
പിന്നെ ഈ ഒരു ടൈമിലാണ് ഞാൻ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീഡിയോസൊക്കെ എടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യുന്നത് ഈ ഒരു ടൈമിലാണ്. കാരണം വോയിസ് ഓവറൊക്കെ കൊടുക്കാൻ പറ്റിയ സമയമാണ്. നിധിയുടെ സൗണ്ട് ഉണ്ടാവില്ല, അവൾ ഉറങ്ങുകയാണ്. അഫി അംഗൻവാടി പോയതുകൊണ്ട് അഫിയുടെ സൗണ്ട് ഉണ്ടാവില്ല. പിന്നെ വൈകുന്നേരത്തേക്ക് എടുത്തേക്കാന്നൊക്കെ വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അഫി വന്നു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കുഞ്ഞാവേ എന്ന് പറഞ്ഞിട്ട് പുറകെ കടന്ന് ആകെ ബഹളമായിരിക്കും ഇവിടെ. അതുകൊണ്ടൊന്നും നടക്കില്ല. അതുകൊണ്ട് ഈ സമയത്താണ് കേട്ടോ ഞാൻ വീഡിയോസൊക്കെ എടുക്കുന്നത്. പിന്നെ ഈ കണ്ണെഴുതിയേക്കുന്നതും ലിപ് ബാം ഇട്ടേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സമയത്ത് നിന്ന് തന്നു വിട്ടിട്ടുള്ളതായിരുന്നു. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് എഴുതണം എന്നുള്ളത് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ ഞാൻ മേക്കപ്പ് ഇട്ടു വന്ന വീഡിയോയുടെ മുമ്പിൽ നിൽക്കുന്നൊന്നുമല്ല കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനെ നിൽക്കേണ്ട ഒരു വീഡിയോ മേക്കപ്പ് ഇട്ട് വീഡിയോ ചെയ്യേണ്ട വന്നിട്ടുണ്ടെങ്കിൽ ചെയ്യാതിരിക്കാനും നമുക്ക് പറ്റില്ല. അതാണ് ഞാൻ അടുത്തത് പറയാൻ വന്നത്. എന്താണെന്ന് വെച്ചാൽ കുറേ കമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതെന്താ അറിയോ, നമുക്ക് വീഡിയോസ് ഞാൻ ചെയ്യുന്നത്, യൂട്യൂബിൽ വ്ളോഗ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൊമോഷൻ വീഡിയോസ് ചെയ്യുന്നത്, ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട് ഞാൻ അത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇത്രയും ആക്കി എടുത്ത ഒരു ചാനൽ ഒരു ഇൻസ്റ്റാഗ്രാം പേജൊക്കെയാണ്. നമുക്കറിയാലോ, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജ് ഉള്ളവർക്ക് അല്ലെങ്കിൽ ചാനലുള്ളവർക്കൊക്കെ അറിയാം ഇതിൽ നിന്ന് എന്തുമാത്രം ബുദ്ധിമുട്ടാണ് ഓരോ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നത് അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഓരോ വ്യൂ കിട്ടുന്നതും, അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് കൂടുന്നതൊക്കെ എത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത് ഇതിൽ നിൽക്കുന്നവർക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ അത്രയും തന്നെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ പേജ് ആയിക്കോട്ടെ ചാനലായിക്കോട്ടെ മെയിൻറ്റെയിൻ ചെയ്ത് ആ ഒരു റീച്ച് നിലനിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ എനിക്കിതിൽ എന്തായാലും വീഡിയോസ് ഇടാതിരിക്കാനായിട്ട് പറ്റില്ല. എനിക്ക് രണ്ടും ഇൻസ്റ്റാഗ്രാമിൽ നിന്നും അതുപോലെ തന്നെ യൂട്യൂബിൽ നിന്നൊക്കെ വരുമാനം കിട്ടുന്നത് എൻ്റെ ഏക വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ഡെലിവറി കഴിഞ്ഞു ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വരുമാനം കിട്ടുന്നത് ഞാൻ ഉദ്ദേശിച്ചത് പ്രൊമോഷൻസ് വഴിയാണ് കേട്ടോ. അപ്പം എൻ്റെ ഏക വരുമാന മാർഗ്ഗം ഇതാണ്. അപ്പോൾ ഇതെനിക്ക് ഡെലിവറി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് കുറച്ച് നാളത്തേക്ക് നിർത്താൻ അത് പറ്റില്ല. കാരണം നിർത്തി കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് അത് തുടങ്ങുമ്പം നമുക്ക് അതിനനുസരിച്ചുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അപ്പോൾ അത് കറക്റ്റായിട്ട് അറിയാവുന്ന എനിക്ക് ഇതുപോലെ ഗ്യാപ്പ് വന്നിട്ട് പിന്നീട് ഞാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരാളെന്ന നിലയ്ക്ക് ഞാനതിപ്പോൾ അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നമുക്ക് ഭയങ്കര പാടാണ് ആ ഒരു ഗ്യാപ്പ് വരുത്തിയിട്ട് പിന്നെ വീഡിയോസൊക്കെ ചെയ്യുമ്പോഴേ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നത്. പിന്നെ റെസ്റ്റ് എടുക്കണം, പ്രസവിച്ച് കിടക്കുന്നതല്ല റെസ്റ്റ് എടുക്കണം അങ്ങനെയെന്നൊക്കെ പറഞ്ഞ കുറേ കമൻസ് ഉണ്ടായിരുന്നു. റെസ്റ്റൊക്കെ എടുക്കാറുണ്ട് ആവശ്യത്തിന്. പിന്നെ ഇന്നലെ കഴിഞ്ഞ ദിവസം കൂടി ഞാനൊരു ഡോക്ടറെ വീഡിയോ കണ്ടേ ഉള്ളൂ. നമ്മൾ പ്രസവിച്ച് കിടക്കാമെന്ന് പറഞ്ഞിട്ട് 24 മണിക്കൂർ ഇങ്ങനെ നീണ്ടെന്ന് പറഞ്ഞ് അടുകട കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഡോക്ടർ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഡോക്ടർ സീത അറിയാമായിരിക്കും നിങ്ങൾക്ക്. ഞാൻ പുള്ളിക്കാരിയുടെ വീഡിയോസ് എപ്പോഴും കാണുന്നതാണ്, ഫോളോ ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറുടെ ചാനലാണ് ഞാൻ വീഡിയോ കാണുന്നത്. അപ്പോൾ അതിലൊക്കെ കറക്റ്റായിട്ട് പറയുന്നുണ്ട് നമ്മളങ്ങനെ 24 മണിക്കൂറും കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. ഞാനിപ്പോൾ വീണ്ടും പറയുകയാണ്, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം മാത്രമാണ്. ഞാൻ പ്രോപ്പറായിട്ടുള്ള എനിക്ക് ആവശ്യത്തിനുള്ള റെസ്റ്റ് ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇത് വീഡിയോ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ വന്നിരുന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ കയറി കിടക്കും. നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ടെന്ന് കരുതി എപ്പോഴും ഇത് തന്നെയാണ് പണി എന്നുള്ളൊരു അങ്ങനെയല്ലല്ലോ അതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെന്താണ്, ചില കമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. 40 കഴിയണവരെ റൂമിന് പുറത്തിറങ്ങാൻ പാടില്ല, ഹസ്ബൻഡിനെ കാണാൻ പാടില്ല, അങ്ങനത്തെ ഒക്കെ കുറേ കമൻസ് ഉണ്ടായിരുന്നു. എന്നെ കൊണ്ട് അത് സാധിക്കില്ല കേട്ടോ. എനിക്ക് ഈ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ ഉറങ്ങുന്നവരെ ഒരു റൂമിൻ്റെ അകത്ത് തന്നെ ഇരുന്ന് അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരെ കാണാതെ ഹസ്ബൻഡിനെ കാണാതെ അങ്ങനെയൊക്കെ ചില വീടുകളിലൊക്കെ പ്രസവിച്ച് കിടക്കുമ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കാം, എനിക്കറിയില്ല. പക്ഷേ എനിക്കത് പറ്റില്ല. കാരണം അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഡിപ്രഷൻ അടിച്ച് തട്ടിപ്പോകാൻ വേറെ കാരണമൊന്നും വേണ്ട. അപ്പോൾ ഇനി കുറച്ച് നേരം കിടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ ഇന്നിപ്പം എഡിറ്റിംഗ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇന്നിപ്പോൾ എഡിറ്റിംഗ് ഇല്ല. ഈ ഒരു വീഡിയോ കഴിഞ്ഞ് കഴിയുമ്പോൾ നാളെ ആയിരിക്കും ഇതിൻ്റെ എഡിറ്റിംഗ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും കുറച്ച് സമയം കിടക്കട്ടെ, അല്ലെങ്കിൽ അവളിപ്പോൾ എഴുന്നേക്കും. ഓക്കെ, അങ്ങനെ കുറച്ച് നേരമൊക്കെ ഒന്ന് കിടന്ന് പിന്നെ ഉമ്മച്ചി ചോറിനാൻ വിളിച്ചിട്ട് അവളും എഴുന്നേറ്റിട്ട് എൻ്റെ കയ്യിലിരിപ്പുണ്ട്. അപ്പോൾ ഉമ്മച്ചി ചോറിനാൻ വിളിച്ചു. ഇനിയിപ്പോൾ പോയിട്ട് ഫുഡ് കഴിക്കാൻ പോവാണ്. പരിപ്പ് കറി, പയർ തോരൻ, പിന്നെ ഇന്നത്തെ ചെറിയൊരു ചെമ്മീൻ കുഴമ്പാണ് കേട്ടോ. അപ്പം ഇത്രയാണ് ഇന്നത്തെ കറി. കഴിക്കട്ടെ. കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഓർത്ത് രാവിലത്തെ ചെറുപയറുണ്ടല്ലോ, അങ്ങനെ അതും കൂടി എടുത്തുകൊണ്ട് വന്ന് കഴിച്ചു കേട്ടോ. മറ്റമ്മച്ചി കൊച്ചിനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞ് പിന്നെയും കുറച്ച് സമയം കൂടെ കിടന്നു കേട്ടോ. പിന്നെ വൈകുന്നേരം ഇപ്പോൾ നല്ല മഴക്കാറുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം നല്ല മഴയായിരുന്നു കേട്ടോ. പക്ഷേ ഇത് കുറേ ഇടിയും വെട്ടി കാറ്റും കൂടി ഒതുപ്പിത്തേക്ക് മഴയുടെ വഴിക്ക് പോയി. പിന്നെ വൈകുന്നേരം ഉമ്മച്ചി അവനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ആ വഴി തന്നെ അത്തച്ഛനെ കൂട്ടി ഉടുമ്പന്നൂർക്ക് പോയി കുറച്ച് സാധനങ്ങളൊക്കെ കറി വയ്ക്കാൻ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അതെല്ലാം കൂടെ വാങ്ങിച്ചിട്ടാണ് വന്നത്. അപ്പോൾ അവനാണെങ്കിൽ വന്ന ഉടനെ തന്നെ പോയി കൈയും കാലൊക്കെ കഴുകി വൃത്തിയായതിന് ശേഷം മാത്രമാണ് കുഞ്ഞാവിടെ അടുത്ത് പോവുള്ളൂ. അത് ആദ്യം മുതലേ നമ്മൾ അങ്ങനെ അങ്ങനെ ചെയ്യാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ശീലിപ്പിച്ചതായതുകൊണ്ട്
ചെയ്യാറുണ്ട്, അങ്ങനെ തന്നെ കേട്ടോ ചെയ്യുള്ളൂ. പിന്നെ അംഗൻവാടിയിൽ ഇവളുണ്ടായതിന് ശേഷം അംഗൻവാടിയിൽ പോയ ദിവസമൊക്കെ എല്ലാവരുടെ അടുത്തും പറഞ്ഞ് കുഞ്ഞാവ് വന്നു, എന്താ പെൺകുഞ്ഞാവയാണ്, ഇന്നതാണ് പേരിട്ടത്, അതുപോലെ മുടി കളഞ്ഞു, അങ്ങനെ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ പിന്നെ വൈകുന്നേരം ആയപ്പോൾ തന്നെ നമ്മളിത് ചായയൊക്കെ വെച്ച് ചായ കുടിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അവർ വന്നപ്പോഴത്തേക്കും ചെറുകടിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായയൊക്കെ കുടിച്ച് അത് കഴിച്ചു. അഫി നിധീനെ കളിപ്പിക്കുന്ന കേട്ടോ, അവൾ കൈയും കാരൊക്കെ ഇട്ട് അടിച്ചു കൂടെ കിടപ്പുണ്ട്. അഫിയാണൊരു വാപ്പിന് വെയിറ്റ് ചെയ്ത് തന്നെയാണ്. അവിടെ ഇരിക്കടാ, വാപ്പിന് വെയിറ്റ് ചെയ്ത് തന്നെ, വാപ്പി ഇപ്പോൾ വരുമെന്ന് പറഞ്ഞ് വിളിച്ചപ്പം കൊള്ളാത്ത പാട്ടൊക്കെ അഫി പാടും. പയ്യെ പയ്യെ പയ്യെ. അങ്ങനെ ഒരു 7-7:30 ആയപ്പോഴേക്കും ഇക്ക വന്നു കേട്ടോ. ഇക്ക പാലക്കാട് വരെ പോയതായിരുന്നു, ഞാൻ ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, വേറെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ അഫി കുറേ സമയമായി വെയിറ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ എന്തായാലും വന്നിട്ടുണ്ട്. അപ്പം എന്താ വാങ്ങിക്കേണ്ടതെന്ന് വിളിച്ച് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ് ഐസ്ക്രീം മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു എന്നാൽ മാംഗോ ബാർ വാങ്ങിച്ചോളാൻ പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. പിന്നെ ഇക്ക കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതേ പാമ്പും കോണി കളിക്കുന്നതാണ് കേട്ടോ. ഇത് ഇവൻ എവിടെയെങ്കിലും ഒരു സ്ഥലത്തൊന്ന് അടങ്ങിയിരുന്ന് കളിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇക്ക വാങ്ങിച്ചു കൊടുത്തതാണ്. പക്ഷേ അതിപ്പം ഇക്കാക്കൻ്റെ പാരയായിട്ടുണ്ട്. കാരണം 24 മണിക്കൂർ വാപ്പി പാമ്പും കോണി കളിക്കാമെന്ന് പറഞ്ഞ് ഇക്കയുടെ പുറകെയാണ് അവൻ. കിടന്നുറങ്ങണതിന് മുമ്പൊക്കെ ഇത് കളിച്ചിട്ടാണ് കേട്ടോ ഉറങ്ങുന്നത്. അത്ര ഇഷ്ടമാണ്, കാരണം അത് എങ്ങനെയാണ് കളിക്കേണ്ടതെന്നുള്ളതൊക്കെ പഠിച്ചു പുള്ളി. അതുകൊണ്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇപ്പോൾ അത് കളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ സമയം അത് കളിച്ച് കുറേ സമയം കളഞ്ഞു. പിന്നെ എന്താ ഇക്ക മടുത്തപ്പോഴത്തേക്കും മടുത്തു എന്ന് പറഞ്ഞിട്ട് എണീറ്റ് പോകുന്നതാണ്. പിന്നെ അതിനെല്ലാം നമ്മുടെ ബെൻസിത്തായും അളിയനും അതുപോലെ തന്നെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ അവർ പോകാൻ ഇറങ്ങുന്ന ക്ലിപ്പിങ്സ് ഞാൻ എടുത്താണ് കേട്ടോ. കുറേ സമയം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇപ്പോൾ പോകാനിറങ്ങിയാലും നമ്മൾ അവിടെ നിന്നും കുറേ മിണ്ടിയിട്ടൊക്കെയാണ് പോകുള്ളത്. അതിപ്പോൾ നമ്മൾ അവിടെ പോയാലും ഇവിടെ വന്നാലും ഒക്കെ ശരിയാണ്, വർത്താനം തീരില്ല കേട്ടോ. നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ ആ സമയം പോണതേ അറിയില്ല. ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവും. അത് അങ്ങനെയാണ്, എപ്പോഴും അത് അങ്ങനെ തന്നെയാണ്. പിന്നെ കുറച്ച് സമയം കൂടെ നിന്നിട്ട് അവർ പോയിട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നു. ഉച്ചയ്ക്കത്തെ ഫുഡ് കാര്യങ്ങൾ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഡെലിവറിക്ക് ശേഷമുള്ള എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.